അവര് ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ ആ മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താണ് ഈ വ്യാപാര കരാറെന്നും ഇത് നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. 2 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഈ കരാറിൽ ഒപ്പിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ കൂട്ടി നമ്മളെ വിറപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഈ മാസ്റ്റർ സ്റ്റോക്ക് ഇന്ത്യ പുറത്തെടുക്കുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങളും ഇനി 1 രൂപ പോലും നികുതിയില്ലാതെ യൂറോപ്പിൽ വിൽക്കാം. നമ്മുടെ ടെക്സ്റ്റൈൽസ്, സ്വർണ്ണാഭരണങ്ങൾ, IT, സേവനങ്ങൾ എന്നിവയ്ക്ക് ഇനി യൂറോപ്പിൽ വലിയ ഡിമാൻഡ് ആയിരിക്കും. കേരളത്തിലെ സമുദ്രോൽപ്പന്നങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഇത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഇനി സാധാരണക്കാർക്ക് ലഭിക്കുന്ന ലാഭത്തെക്കുറിച്ച് സംസാരിക്കാം. ആഡംബര കാറുകൾ മോഹിക്കുന്നവർക്ക് ഇനി നല്ല കാലമാണ്. മെഴ്സിഡസ് ബെൻസ്, BMW തുടങ്ങിയ കാറുകളുടെ ഇറക്കുമതി തീരുവ 110-ൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് വെറും 10% കുറയാൻ പോകുകയാണ്. വൈൻ, ബിയർ തുടങ്ങിയവയുടെ വിലയിലും 150%-ൽ നിന്നും 20%-മായി വലിയ കുറവുണ്ടാകും. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ നടപടികളിലും വലിയ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. IT, ഫാർമ, കൊമേഴ്സ് മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് കൊമേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. എന്നാൽ യൂറോപ്പിൽ നിന്നുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പോളത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഈ ചരിത്രപരമായ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കരാറ് നമ്മുടെ പ്രാദേശിക കച്ചവടക്കാർക്ക് ഭീഷണിയാകുമോ? കമന്റ് ചെയ്തോളൂ. കൊമേഴ്സ് ലോകത്തെ ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്ക് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.